13-കാരിയോട് കണ്ണില്ലാ ക്രൂരത കാട്ടിയ അയൽവാസിക്കെതിരെയും പോലീസിനെതിരെയും പെൺകുട്ടിയുടെ കുടുംബം രംഗത്ത്. ആട് പാടത്ത് കയറിയെന്നാരോപിച്ച് പെൺകുട്ടിക്ക് നേരെ നിലമ്പൂർ മമ്പാട് സ്വദേശി അബ്ദുൽ ഗഫൂറാണ് ആക്രമണം നടത്തിയതായി പരാതിയുള്ളത്. ഈ മാസം 2-ന് നിലമ്പൂർ മമ്പാടിലാണ് സംഭവം. അയൽവാസിയായ നിലമ്പൂർ മമ്പാട് സ്വദേശി ചാത്തോലി അബ്ദുൽ ഗഫൂറിനെതിരെയാണ് പരാതിയുള്ളത്. ആട് പാടത്ത് കയറിയെന്ന് ആരോപിച്ചാണ് പെൺകുട്ടിക്ക് നേരെ ആക്രമണമുണ്ടായത്. പെൺകുട്ടിയുടെ കഴുത്ത് പിടിച്ചു ഞെരിക്കുകയും ഉയർത്തുകയും ചെയ്തു എന്നും പരാതിയിൽ പറയുന്നു. പെൺകുട്ടിയെ ആക്രമിച്ച ശേഷം ആടിന്റെ അകിട് ഇയാൾ അടിച്ചുപൊട്ടിച്ചതായും കുടുംബം പരാതിയിൽ പറയുന്നുണ്ട്. അവിടുത്തെ ചുറ്റു കുട്ടികൾക്കും അയാളെ പേടിയാണ്. അവർക്ക് കളിക്കാൻ വരുമ്പോൾ കുട്ടികളൊക്കെ അയാൾ വടിയെടുത്തുകൊണ്ട് അടിച്ചാട്ടും. അപ്പം അങ്ങനെ കുട്ടികൾക്കൊക്കെ അയാളെ പേടിയാണ്. കുട്ടികളൊന്നും പറയാനും ഇതുമല്ല. ഓരവിടുന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ അയാളെ വിട്ടു. പിന്നെ അയാളെ ഇതാക്കാനുള്ളതിനാണ്. അല്ലാതെ പിന്നെ ഞമ്മൾക്കായിട്ടൊരു ഇതൊന്നുമില്ല. പിന്നെ ഓൽക്കായിട്ട് കുറേ ആൾക്കാരുണ്ട്. ഞമ്മക്ക് ആൾക്കാരില്ല വിചാരിച്ചങ്ങാണ്ട് പോലെ ഇങ്ങനെ ഇതായി. ഞാൻ വീട്ടിലിരുന്ന് ഇതാക്കിയിട്ട് പോയിരുന്നു. പക്ഷെ എനിക്ക് അവിടെ ഇരിക്കാൻ കഴിയണില്ല. എനിക്ക് പുറം വേദനയൊക്കെ ആയിട്ട് പിന്നെ ഇന്നലെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഉച്ചയായപ്പം പോന്നു. പിന്നെ എനിക്ക് സ്കൂളിൽ പോകാനും മദ്രസ പോകാനൊക്കെ പേടിയാണ്. സംഭവത്തിൽ പോലീസ് ദുർബല വകുപ്പുകൾ ചുമത്തി പ്രതിയെ സഹായിച്ചുവെന്ന ആരോപണവും കുടുംബം ഉന്നയിച്ചു. പരാതി പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നതായും കുടുംബം വ്യക്തമാക്കി. SP-ക്കും ശിശുക്ഷേമ സമിതിക്കും പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല എന്നും കുടുംബം പറയുന്നു. തൊടുവിൽ ആട് കയറിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറ്റി അടിച്ച് പുറത്തൊക്കെ ആക്കി. എന്നിട്ട് എന്നെ കഴുത്തിന് പിടിച്ചിട്ട് കൊല്ലാൻ നോക്കി. ശ്വാസം മുട്ടിയപ്പോൾ എന്നെ റോഡൊക്കെ എടുത്ത് എറിഞ്ഞതാണ്. അങ്ങനെ ഞാനും അനിയത്തിയും പാടെ തിരിച്ച് വന്നപ്പോൾ അനിയത്തിനോട് ഇങ്ങനെ പറഞ്ഞു, എന്നോടും പറഞ്ഞു അയാളെ ഭാര്യ 2 കിട്ടണമെന്ന്. പിന്നെ തിരിച്ച് വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി സ്റ്റേഷനിൽ പരാതി കൊടുത്തു. എന്നിട്ട് ഞങ്ങൾക്ക് യാതൊരു സഹായം പോലീസിൻ്റെ ഭാഗത്തിൻ്റെ കുട്ടിക്ക് നീതി യാതൊന്നും കിട്ടിയിട്ടില്ല. അതേസമയം പരാതി വ്യാജമാണെന്നും കുട്ടിയോട് പരാതിയിൽ പറയും വിധം പെരുമാറിയിട്ടില്ല എന്നും ഗഫൂർ പറഞ്ഞു. ആട് നെല്ല് നശിപ്പിച്ച സമയത്ത് വഴക്കു പറയുക മാത്രമാണ് ചെയ്തതെന്നുമാണ് ഗഫൂറിന്റെ വാദം. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. സുന്ദര നിമിഷങ്ങൾ ആഘോഷമാക്കാൻ ഇനി വളാഞ്ചേരിയിൽ ഒരിടം. കേക്ക് സ്റ്റുഡിയോ കേക്ക്സ് ആൻഡ് കഫേ, കോഴിക്കോട് റോഡ്, വളാഞ്ചേരി. വെറൈറ്റീസ് ഓഫ് കേക്ക്സ്, പിസ്സ, ബർഗർ, സാൻഡ്വിച്ച്, പാസ്ത, സ്റ്റീക്സ് എന്നിവ ഇനി കേക്ക് സ്റ്റുഡിയോയിൽ നിന്നും രുചിച്ചറിയാം. ആഘോഷ ദിനങ്ങൾ വേറിട്ടതാക്കാൻ പ്രത്യേക സൗകര്യങ്ങളോടെയുള്ള പാർട്ടി ഹാൾ. പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള നിമിഷങ്ങൾക്ക് ഇനി മധുരം പകരാം. കേക്ക് സ്റ്റുഡിയോ കേക്ക്സ് ആൻഡ് കഫേ, കോഴിക്കോട് റോഡ്, വളാഞ്ചേരി.